അപ്പോൾ നമുക്ക് ആ വില്ലേജ് ഒന്ന് പോയി കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മൾ ആർക്കേപ്പുറം റെഡി ആണെങ്കിൽ നമുക്കൊന്ന് പോയി കാണാം. കാരണം തോടാസിൻ്റെ മന്ത് എന്ന് പറഞ്ഞ ഗ്രാമം കാണൽ അത് തോടാണ്ടാ അതോടെ പേര്. അത് കെളുത്തിരിക്കാ പേജ് മോളി മട്ടുന്തല്ല. എന്നാ പണിയിട്ട് ഇരിക്കീങ്ക എല്ലാവരും? മരത്തിൻ്റെ തടി കൊണ്ട് നീളത്തിലിട്ടിട്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പാലം കേട്ടോ. ഇതിൻ്റെ അടിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഇവരുടെ ഗ്രാമത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ 10 കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ കേട്ടോ. हाउस तोड़ा से घर पूरा घर में देखा. वो एक आदमी है मेरे पास, एक आदमी इधर. ഇതിൻ്റെ മുൻഭാഗം ഒറ്റ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ള. നടുക്ക് വലിയൊരു കല്ലാണ്. പിന്നെ ഈ ഡോറ് കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള. रामकुमार का बीवी नाम बोलो. रेखा. वो बेटी का ज्योति. हाँ मीना. റബീന ടണ്ടൻ നഹി. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ ഞാനൊരു വില്ലേജ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഗ്ലെൻമോർഗൻ എന്ന് പറയും. അപ്പോൾ ഞാനിത് ഊട്ടി നമ്മൾ ഗൂഡല്ലൂരിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നമ്മൾ എപ്പോഴും ഊട്ടിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ പോകും. പക്ഷേ ഇവിടെ മുമ്പോട്ട് ഇങ്ങോട്ട് റോഡുണ്ട്. ഈ റോഡിന് നമ്മൾ അധികം ആരും പോയിട്ടുണ്ടാവില്ല. ഗ്ലെൻമോർഗൻ എന്ന് പറഞ്ഞ ഡാമും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ആർക്കേബ്രോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റോഡിന് ഒരു 10 കിലോമീറ്റർ പോകുമ്പോൾ പിന്നെ ഗ്ലെൻമോർഗൻ എന്നുള്ള സ്ഥലമുണ്ട്. അവിടെ വലിയൊരു ഡാമുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്നിട്ട് അവിടുത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ ബെൻഡ് ഉണ്ടല്ലോ അത് നേരെ ഊട്ടിയിലേക്കാണ് പോണ്. ഇങ്ങോട്ട് ഗൂഡല്ലൂർ കേട്ടോ. ഇപ്പോൾ ഊട്ടിയിൽ നിന്ന് നേരെ വരുമ്പോൾ ഉണ്ടല്ലോ അധികം ഇപ്പോൾ നാവിഗേറ്ററൊക്കെ ഇട്ട് വരുന്ന വണ്ടിയിലൊക്കെ മിക്ക വണ്ടികളിലും ഈ റൂട്ട് കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ ഒന്ന് കൺഫ്യൂഷൻ ആവും, ഇതിലാണോ പോകേണ്ടത് അതിലാണോ പോകേണ്ടതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിൽ കാണിക്കുമെങ്കിലും ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിരിച്ചിപ്പുറത്തെ ഈ റോട്ടിലേക്ക് വരാൻ പറ്റും. പക്ഷേ ആ വഴികൾ ഇതുപോലത്തെ പ്രോപ്പർ റോഡായിരിക്കില്ല. ഈ കാട്ടിനുള്ളിൽ കൂടെയുള്ള ചെറിയ വീതി കുറഞ്ഞ ചെറിയ റോഡായിരിക്കും, ഒരു ഓഫ് റോഡ് പോലെയുള്ള ഉണ്ടാവുക. പക്ഷേ മാപ്പിലത് കാണിക്കും. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഊട്ടിയിൽ നിന്ന് നേരെ വരുമ്പോൾ ഗ്ലെൻമോർഗൻ എന്നുള്ള ബോർഡ് വെച്ച് ഈ വെയിറ്റിംഗ് ഷെഡുള്ള സ്ഥലത്തുള്ള ഈ റോഡിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പോയി മടങ്ങി 10 കിലോമീറ്റർ പോയി മടങ്ങി തിരിച്ച് ഇത് തന്നെ വരേണ്ടി വരും. അപ്പോൾ ഈ ബെൻഡ് ഒരു കൺഫ്യൂഷനുള്ള സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ 2-3 വണ്ടി ഇവിടെ വന്നിട്ട് പിന്നെ നേരെ അങ്ങോട്ട് കയറി പിന്നെ കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ചോദിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷമാണ് തിരിച്ച് അങ്ങോട്ട് പോയത്. അപ്പോൾ അവർ ഞങ്ങളടുത്ത് പറഞ്ഞു മാപ്പിൽ കാണിക്കണ്ടല്ലോ എന്ന്. അപ്പോൾ മാപ്പ് ഇതാണ് പ്രശ്നം. മാപ്പ് ഷോർട്ട് റൂട്ട് കാണിക്കും, പക്ഷെ അത് പ്രോപ്പർ ഒരു വഴിയായി. ടാങ്കർ വണ്ടിയാണല്ലോ പറഞ്ഞതാ. ഇവിടെ മിലിറ്ററി ക്യാമ്പ് ഉണ്ട് തൊട്ടപ്പുറത്ത്. ഇത് മിലിറ്ററി വണ്ടിയാണ്, ടാങ്കറാണ്. ഇവിടെ കൊടുന്ന് വെള്ളമൊക്കെ ഒഴിവാക്കുന്നത്. നമ്മളെ റോഡിന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ഒരു ദർഗ ഉണ്ട് കേട്ടോ. അങ്ങനെ ഗ്ലെൻമോർഗനിലുള്ള ഒരു ദർഗയാണ്. ഇവിടെ വർഷം ഭയങ്കര നേർച്ച പരിപാടികളൊക്കെ നടത്താറുണ്ട് അത്ര. അപ്പോൾ ഇവിടെ 2 ഖബറുകളുണ്ട്. പക്ഷെ ഇവിടെ വേറെ വീടുകളൊന്നും കാണുന്നില്ല, ചുറ്റുഭാഗം കാടാണ്. പക്ഷെ ഇത് ഇങ്ങനെ പരിപാലനമൊക്കെ ഉള്ളതായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ. 2 ഖബർസ്ഥാനുണ്ട്. നമ്മൾ ഈ റോട്ടിനാണ് പോകേണ്ടത്. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡാമുണ്ട്, ഗ്ലെൻമോർഗൻ. അങ്ങോട്ടാണ് നമ്മൾ പോണത്. ഏതായാലും നമുക്ക് പോവാല്ലേ? നമ്മൾ ആ ഗ്ലെൻമോർഗനിലുള്ള റോഡിലേക്ക് പോകാണ്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. റോഡിൻ്റെ വണ്ടി വരുന്നതും കാണാനില്ല, മൊത്തം കാടാണ്. അപ്പോൾ ഒന്ന് നിർത്താമെന്ന് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു പേടി. ഇവിടെ കാട്ടുപോത്തുകൾ ഭയങ്കരമായിട്ടുണ്ടാവും അത്ര. കാട്ടുപോത്തും അതുപോലെ തന്നെ കരടിയും, ഈ 2 സാധനങ്ങളും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അതാണെങ്കിൽ മനുഷ്യനോടൊട്ടും കരുണ കാണിക്കാത്ത 2 മൃഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിർത്താതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഗ്ലെൻമോർഗൻ എത്തും. അവിടെ ഒരു ഡാമുണ്ട്. പറ്റിയ അവിടെ മറ്റേ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി സ്ഥലം അല്ലേ?
വേറൊരു അന്തരീക്ഷം. അതായത് ഞങ്ങൾ കുറച്ച് ദൂരം കൊണ്ട് വന്നപ്പോഴേ നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. ഇവിടെ ചെറിയൊരു ഗ്രാമമുണ്ട്, ഇവിടെ ഒരു ബോർഡ് കാണാം. പുതുമന്ത് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇത് സംഭവം എന്താണെന്നറിയോ, ഇത് ഈ ട്രൈബൽസ് ഉണ്ടല്ലോ നമ്മുടെ തോടാസിൻ്റെ ഒരു ഗ്രാമപ്രദേശമാണ്. അത് മന്ത് എന്നാണ് ഒരു ഭാഷയിൽ ഗ്രാമങ്ങൾക്ക് പറയാം. അപ്പോൾ ഇതിവിടെ ഒരു തോടാസിൻ്റെ ഒരു വില്ലേജ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഈ ഭാഗത്ത് കണ്ടോ, ഇവിടെ പൈൻ മരങ്ങളാണ് കേട്ടോ. ഈ കാണുന്ന മൊത്തം പൈൻ മരങ്ങൾ ഈ റോഡിൻ്റെ സൈഡ് പിടിച്ച് അങ്ങ് അറ്റം വരെ ഉണ്ട്. കാണാൻ നല്ല ഭംഗി. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല തണലാണ്, പക്ഷേ തണുപ്പ് ഭയങ്കര കേട്ടോ. കാട്ടിനുള്ളിലേക്ക് അങ്ങോട്ടൊരു വഴിയുണ്ട്, അങ്ങോട്ട് പോയാൽ വില്ലേജ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഒരാൾ പോകുന്നുണ്ട് അവിടെ, അയാൾ പോയി. എങ്ക പോകുന്ന വഴി? അണ്ണാ അങ്ക പോയതോ പാക്ക മുടിയുങ്ങളാ? അയാൾ തുണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോലീസുകാരാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സൂപ്പറാണ്. സ്ഥലം നല്ല ഉഷാറാണ്. നീ ഇവിടുത്തെ വണ്ടിയിൽ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ചോദിച്ചിട്ട് വരാം. നല്ലൊരു അന്തരീക്ഷം കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കാട്, அண்ணா உள்ளே போனால் ஏதாவது வில்லேஜ் ஏதாவது இருக்குங்களா? சோலை தான், அதாவது ஃபாரஸ்ட். இப்போ இது வழி எப்படி போனால் ஏதாவது வீடு? இது வந்துட்டு எல்லாமே வந்துட்டு தோடாசு. ஆமாம், தோடாசு இருக்காங்களா அங்கே? அங்கே மந்துனா கிராமம் தானே அவங்க இதில். சரி, இப்போ நம்ம ஒரு மந்து பார்க்க முடியுமா இங்கே? எந்த இடத்துல இருக்குது? அவங்க வீடெல்லாம் பார்க்க முடியுங்களா? வீடெல்லாம் எந்த இடத்துல இருக்குது? தோடாஸோட வீடு இங்கே புதுமந்து இருக்குது. இது இப்படி இப்படி வீடு இருக்குங்களா? ஓ, எவ்வளோ குடும்பங்கள் அங்கே? இங்கே ஒரு 10 குடும்பம் இருக்காங்க. கோயில் இருக்குது. ஓஹோஹோ, இந்த இடம் சூப்பராக இருக்குது, நல்லா இருக்குது பார்க்குறதுக்கு. நாங்கள் வந்து கிளன்மார்கன் போயிட்டு இருந்தோம். கிளன்மார்கன் டேம் எல்லாம் இருக்குல்ல, அது பார்க்கலான்னு அப்படியே போகலாம். சரி, இப்போ இங்கே ஃபஸ்ட் டைம் வர்றதுனால இந்த ஏரியா பார்க்கும்போது நல்லா இருக்குது. அப்போ நிறுத்தி. நான் கூடலூர். நாங்கள் ஒரு யூடியூப் சேனல் வச்சுருக்கோம். யூடியூப் சேனல் நம்ம வந்து இந்த மாதிரி கிராமங்களெல்லாம் வந்து அப்படியே விசிட் பண்ணி ஒரு வீடியோ மாதிரி பண்ணி போடுவேன். அப்போ அதெல்லாம் பார்ப்பாங்க, எல்லோரும் பார்ப்பாங்க. புதுசாக இப்போ இந்த மந்து இதெல்லாம் அதிகமாக யாருமே வந்து பார்த்துருக்க மாட்டாங்க. சரி, அப்போ அந்த மாதிரி இடம் வந்து பார்த்து மக்களுக்கு பார்க்குற மாதிரி ஒரு வீடியோ மாதிரி பண்ணிவிட்டு போடுறது தான் இப்போது. அதுக்கு தான் வந்து. உங்கள் ஏரியா எங்கே போகணுங்க? ரொம்ப தூரம் போகணுங்களா? 1/2 கிலோமீட்டர். 1/2 கிலோமீட்டர் நடந்து தான் போக முடியும்? வண்டியெல்லாம் போகாது? வண்டி போகணுன்னா அப்படி போகணும், அந்த சுற்றி வரணும். எப்படி? கொஞ்சம் சாமி ரோட்டுக்கு வந்து கீழே வந்து அங்கே ரோடு இருக்குங்களா? நேராக வருமா ரோடு அந்த பக்கம்? 2 வீலர் போவேன். 2 வீலர்னா கொஞ்சம் கஷ்டமா? சோலி ரோடு. ஓ, 2 வீலர் போகாதா? போயிடும், எல்லா வண்டி போகும். சோலி ரோடு ரொம்ப குழியாக இருக்கும், மேடு பள்ளம் மாதிரி அந்த மாதிரி இருக்கும். சரி, கல்லுகள்லாம் இருக்கும். சரி. இல்லை, இப்போ நாங்கள் வந்து வண்டி இங்கே வச்சுட்டு வர முடியாது. இந்த என்ன வண்டி? 2 வீலர். பைக் தான். நடந்து வந்துடலாமே. 1/2 கிலோமீட்டர் நாங்கள் ரிட்டர்ன் வரணும்ல. ஓகே, நான் கொண்டு வந்துடுவா. ஏங்க ப்ளீஸ் கோச்சிக்காதீங்க. நம்ம ஏரியா வந்து பாருங்கள், தோடாசூடி ஏரியா கலாச்சாரம் வந்து இங்கே பாருங்கள். சரி, ஒரே நிமிஷம். நான் ஒரு இப்போ எப்படி இந்த மேடு ஏறி போகணுங்களா? இல்லை, மேடு சின்ன ஒரு பழம். அந்த ஒரு 1/2 கிலோமீட்டர் வராது, கொஞ்சம் தான். சரி, ஏரியா பாருங்கள், கோயிலை பாருங்கள், நம்ம கலாச்சாரத்தை பாருங்கள். சரிங்க. தோடாசு அதாவது ஆதி திராவிடர். சரிங்கண்ணா, அதான் நம்ம ஃப்ரெண்டை கூப்பிட்டு ஓகே என்னன்னு பேசிட்டு நீங்கள் ഒരേ നിമിഷം വെയിറ്റ് பண்ணுங்கள், ഞാൻ കൂട്ട് വന്നിടാം. അപ്പോൾ നമുക്ക് ആ വില്ലേജ് ഒന്ന് പോയി കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മൾ ആർക്കേപ്പുറം റെഡി ആണെങ്കിൽ നമുക്കൊന്ന് പോയി കാണാം. കാരണം തോടാസിൻ്റെ മന്ത് എന്ന് പറഞ്ഞ ഗ്രാമം കാണൽ ഒരു ത്രില്ലുള്ള കാര്യമാണ്. അതാ ഇവിടെ ഉണ്ടല്ലോ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് സ്കൈ ഗോൾഡ് ജ്വല്ലറി. 916 സ്വർണ്ണാഭരണ വിൽപ്പന രംഗത്ത് ശ്രദ്ധ നേടിയതും ലളിതമായ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിലും ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ജനശ്രദ്ധ നേടിയതുമായ സ്ഥാപനം. അപ്പോൾ ഗൈസ്, നമ്മൾ ആർക്കേപ്പുറയെ കൂട്ടി നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പോണ വഴി ഇതാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു ചതുപ്പാണ്, ഒരു ചതുപ്പ് നിലം പോലെയാണ്. അതിന് മുകളിലൂടെ കണ്ടോ, ഇങ്ങോട്ടൊക്കെ ഒരു കാടാണ്, പക്ഷേ ഫുൾ ഫോറസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോണത്. ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്, മരത്തിൻ്റെ തടി കൊണ്ട് നീളത്തിലിട്ടിട്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പാലം കേട്ടോ. ഇതിൻ്റെ
അടിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. നമുക്കിതുവഴി പോവാം. പക്ഷെ ഇവർ സാധാരണ ഇവിടുത്തുള്ള ആളുകൾ വന്ന് നടന്നു പോകുന്ന സ്ഥിരം വഴി ഇതാണ്. പിന്നെ ഇവർക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു റോഡുണ്ടെന്ന് പറഞ്ഞത്. അപ്പുറത്ത് കൂടെ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ അപ്പുറത്ത് കൂടെയാണ് പോകേണ്ടത്. പക്ഷെ നമ്മളേതായാലും വണ്ടി കാട്ടിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ തോടർ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗമുണ്ട്. അവർ നീലഗിരി മലകളിൽ ആദ്യം അതായത് പ്രാചീന കാലഘട്ടങ്ങളിൽ തന്നെ ആദ്യമായിട്ട് ഇവിടെ കുടിയേറി താമസിച്ചിട്ടുള്ളൊരു വിഭാഗമാണ്. കയറ്റം കയറി ഏകദേശം നീലഗിരി മലഞ്ചെരുവുകൾക്ക് ജീവൻ നൽകിയത് ഇവരാണ്, ഈ തോടർ വിഭാഗക്കാരാണ്. അവർ പിന്നെ ഇവിടെ വന്നു കൃഷി നടത്തി. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് മേജ് സംസാരിക്കാം. എനിക്ക് ഇവിടെ ഈ പുൽമേടൊന്നും ആരും സെറ്റ് ചെയ്തതല്ല കേട്ടോ. പടച്ചവൻ നേരിട്ട് സെറ്റിൽ ചെയ്തതാണ്. അതായത് നമ്മൾ കാശ് മുടക്കി ചെയ്യുന്ന സംഭവം. പിന്നോട് വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. കാട്ടാന ഇല്ല കേട്ടോ, കാട്ടാനൻ്റെ ഒരു ശല്യം ഇവിടെ അല്ല. പക്ഷേ ഇവിടെ ചെന്നായ്ക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിവിടെയൊക്കെ ചെന്നായ്ക്കളെ കാഷ്ടം കാണാൻ പറ്റും. പിന്നെ കാട്ടുപോത്ത്, കരടി, പുലി, ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ ധാരാളം ഉണ്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ടത്. ഇതുവഴി അങ്ങനെ നടന്നാൽ ചെറിയ ചെറിയ ഇടവഴികളിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമത്തിലെത്താൻ പറ്റും. ഏതായാലും വിരലിലെണ്ണാവുന്ന കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. പക്ഷെ അവർ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് താമസിക്കാമെന്ന് മാത്രം. പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റിനുള്ളിൽ മറ്റ് പ്രദേശങ്ങളിൽ, മലമ്പ്രദേശങ്ങളിൽ കാണുന്ന കാട്ടുമരങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇവിടെ പൈൻ മരങ്ങൾ കൂടുതലായിട്ടും പിന്നെ സാധാരണ കുറച്ച് മരങ്ങളും, അതായത് ഒരേ ആകൃതിയിലുള്ള എന്താ പറയുന്നത് സീക. പക്ഷെ 20 വർഷത്തിന് മുന്നേ ഇവിടെയൊക്കെ ഫുള്ളും പുൽമേടന്നെ. ഇപ്പൊ കണ്ട പുല്ലില്ലേ, മേടയത്ര. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് ഇതൊക്കെ പിന്നെ ഫോറസ്റ്റുകാർ വെച്ച് പിടിപ്പിച്ചാണ്. ഇത് ഫോറസ്റ്റുകാർ വെച്ച് പിടിപ്പിച്ചിരിക്കും. അതായത് ശരിക്കും പുൽമേട. ഇത് ശരിക്കും 20 വർഷം മുമ്പൊക്കെ പുൽമേടായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. പിന്നീട് ഫോറസ്റ്റിന്റെ ഒരു നിയന്ത്രണം വന്നതോടുകൂടി അവർ ഒരേ ഫാമിലിപ്പെട്ട മരങ്ങളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അത് സീക അല്ലേ, സീക മരമാണ്. സീക എന്ന് പറഞ്ഞ മരത്തിന്റെ പേര് കേട്ടോ. ഉണ്ടോ, വെറ്റില എന്ന് പറഞ്ഞ മരത്തിന്റെ ഇതാണ് കേട്ടോ. ஆனா இதுதான் நீங்க எப்பவுமே போற வழிங்களா? அனிமல்ஸ் இருக்காதா? அனிமல்ஸ் இருக்காதா? കാടാണല്ലേ? അതെ അതെ, ഊടുവഴികളാണ്. പക്ഷെ ഇവര് സ്ഥിരതി കൂടെ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് അതിശയം അല്ലേ. ഇപ്പൊ நீங்க மெயின் ரோட்ல வந்து பஸ் இறங்கிட்டா இது வழி தானே வருவீங்க? நடந்து இது வழி தானே வரீங்க? இப்போ இங்க இருக்கிற குழந்தைங்களாம் ஸ்கூல் போறாங்களா? இது வழி தான் போவாங்களா? ஓ, எத்தனை குடும்பம் இருக்காங்க? പക്ഷെ ഇവിടെ ഇവരുടെ ഗ്രാമത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ 10 കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇവർക്ക് ഇതേപോലെ ഓരോ മലഞ്ചെരിവുകളിലും കാടുകളും ഉള്ള സ്ഥലത്തൊക്കെ ഇവർ ഇങ്ങനെ കുറച്ച് പേര് കൂട്ടം കൂടി ഇങ്ങനെ താമസിക്കും. അതാണ് അവരുടെ ഒരു ശൈലി. അപ്പോൾ ഇതുപോലെ ഈ മന്ത് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ നീലഗിരി മലഞ്ചെരിവുകളിൽ കുറേ സ്ഥലങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും പോയി കഴിഞ്ഞാൽ. വെറും കാടാണ് കേട്ടോ. ഒരുപാട് നടന്നു കേട്ടോ. 1/2 കിലോമീറ്ററുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി കൂട്ടിയിട്ട് വന്നത്. നടന്ന ഒരു പരിവായി, അത്യാവശ്യം നടന്നു. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഈ ആളവിടെ നിൽക്കുകയും ചെയ്യും. നമ്മൾ തിരികെ ഞങ്ങൾ രണ്ടുപേരും തനിച്ച് വരും വേണം. ചെറിയൊരു ടെൻഷൻ ഉണ്ട്, നോക്കാം. കരിങ്കുരങ്ങിന്റെ സൗണ്ടോ? ഓ, അതങ്ങനെയാണോ കരയാ? നമ്മളെ സാധാരണ കുരങ്ങ് കരയുന്ന പോലെ അല്ല അല്ലേ? இல்ல, நீங்க அதெல்லாம் கரெக்டாக சொல்லிடுங்க அண்ணா. ஏதாவது நாங்கள் வர்றதில் ஏதாவது உங்களுக்கு ஏதாவது ப்ராப்ளம்ஸ் இருந்துச்சுன்னா சொல்லிடுங்க. இப்போ ஏதாவது உங்களுக்கு வந்து கலாச்சாரம் இதில் ஏதாவது பிரச்சனை இருந்துச்சுன்னா. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഗ്രാമത്തിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ടായിട്ടോ ഇവരുടെ ഗ്രാമം കണ്ടോ. ഓ, നമ്മളവരുടെ ഗ്രാമത്തിലേക്ക് എത്തി.
ഇതാണ് ഇവരുടെ